ഭൂമിക്കടിയിൽ ഒരു സാമ്രാജ്യമുണ്ടെന്നും അവിടെ നാം കാണുന്നതിനേക്കാൾ ക്രൂരവും എന്നാൽ വ്യവസ്ഥാപിതവുമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നും തിരിച്ചറിയുന്ന നിമിഷം മനുഷ്യൻ പ്രകൃതിയുടെ അധിപനാണെന്ന അഹങ്കാരം തകർന്നടിയും. കാരണം മാനവരാശി നാഗരികത എന്ന വാക്കിന്റെ അർത്ഥം പഠിക്കുന്നതിനും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉറുമ്പുകൾ ഈ ഭൂമിയിലെ കൂറ്റൻ നഗരങ്ങളും ഹൈവേകളും യുദ്ധതന്ത്രങ്ങളും രൂപപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ഏകദേശം 140 മുതൽ 168 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിലെ കൊടും കാടുകളിൽ ഒരു നിശബ്ദ വിപ്ലവം ആരംഭിക്കുകയായിരുന്നു. ചിറകുകളുള്ള ഭീമാകാരമായ ജീവികൾ ആകാശത്ത് ഭരണം നടത്തുമ്പോൾ മണ്ണിലെ ഇലപ്പടർപ്പുകൾക്കിടയിൽ ഏകാന്തമായി അലഞ്ഞിരുന്ന വേട്ടക്കാരനായ കടന്നല്ലുകളിൽ നിന്നാണ് സാമൂഹിക ജീവിതത്തിന്റെ ആദ്യ വിത്തുകൾ പാകപ്പെട്ടത്. ഈ പരിണാമം കേവലം ജൈവികമായൊരു മാറ്റമായിരുന്നില്ല, മറിച്ച് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് പരീക്ഷണത്തിന്റെ തുടക്കമായിരുന്നു. ഒരൊറ്റപ്പെട്ട ജീവി എന്ന നിലയിൽ നിന്ന് സൂപ്പർ ഓർഗാനിസം എന്ന പദവിയിലേക്കുള്ള ഉറുമ്പുകളുടെ പ്രയാണം ആരംഭിക്കുന്നത് വ്യക്തിപരമായ ജീവിതത്തെക്കാൾ വംശത്തിന്റെ നിലനിൽപ്പിന് പ്രാധാന്യം നൽകുന്ന ഒരു രാഷ്ട്രീയ ബോധം അവരിൽ ഉടലെടുത്തപ്പോഴാണ്. ഈ പരിവർത്തനത്തിന്റെ ആദ്യ നാഴികക്കല്ലുകൾ മണ്ണിലെ ചെറിയ മാളങ്ങളായിരുന്നു. കാറ്റിൽ നിന്നും മഴയിൽ നിന്നും രക്ഷ നേടാനുള്ള വെറും ഒളിത്താവളങ്ങൾ എന്ന നിലയിൽ നിന്ന് കൃത്യമായ വാസ്തുവിദ്യയും സുരക്ഷാ സംവിധാനങ്ങളുമുള്ള കോട്ടകളായി അവ മാറാൻ തുടങ്ങിയതോടുകൂടിയാണ് ആന്റ് ഹിൽ അഥവാ ഉറുമ്പുകൂടുകൾ എന്ന വിസ്മയം ലോകത്തിനു മുന്നിൽ തുറക്കപ്പെട്ടത്. ഒരു ഉറുമ്പുകൂടിന്റെ ഉദ്ഘടന പരിശോധിക്കുമ്പോൾ അത് വെറും ഒരു മൺപുറ്റൽ എന്ന് നമുക്ക് ബോധ്യപ്പെടും. അത് അധികാര ശക്തിയുടെയും വിഭവ വിതരണത്തിന്റെയും കൃത്യമായ മാതൃകയാണ്. ഒരു മെട്രോപൊളിറ്റൻ നഗരത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ വിഭജിക്കപ്പെട്ട മുറികൾ, വെന്റിലേഷൻ സംവിധാനങ്ങൾ, ചപ്പുചവറുകൾ നിക്ഷേപിക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങൾ എന്നിവയെല്ലാം ഒരു കേന്ദ്രീകൃത ഭരണകൂടത്തിന്റെ സാന്നിധ്യം വിളിച്ചോതുന്നു. ഈ സാമ്രാജ്യത്തിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ നാം കാണുന്നത് നിശബ്ദമായ അധിനിവേശത്തിന്റെ ചരിത്രമാണ്. ഒരു പുതിയ കൂട് നിർമ്മിക്കപ്പെടുമ്പോൾ അവിടെ ഒരു റാണി ഉറുമ്പ് തന്റെ ചിറകുകൾ സ്വയം കടിച്ചു പറിച്ചു കളയുന്ന രംഗം ഒരു ദൃശ്യകാവ്യമാണ്. തന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ബലികഴിച്ച് ഒരു വലിയ സമൂഹത്തിന്റെ മാതാവാകാനുള്ള ആ തീരുമാനമാണ് ഓരോ ഉറുമ്പ് സാമ്രാജ്യത്തിന്റെയും ശിലാസ്ഥാപനം. ഇവിടെയാണ് സാമൂഹികവും രാഷ്ട്രീയപരവുമായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നത്. ഉറുമ്പുകൾക്കിടയിൽ നിലനിൽക്കുന്ന കാസ്റ്റ് സിസ്റ്റം അഥവാ ജാതി വ്യവസ്ഥ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും കർക്കശമായ വിഭജനങ്ങളെ പോലും തോൽപ്പിക്കുന്നതാണ്. സൈനിക ഉറുമ്പുകൾ അതിർത്തി കാക്കുമ്പോൾ വേലക്കാർ ഭക്ഷണവും കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്നു. ഈ വിഭജനത്തിൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ചയില്ല. രാഷ്ട്രീയമായി നോക്കിയാൽ അതൊരു അബ്സല്യൂട്ട് മൊണാർക്കിയാണെന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ഡെമോക്രസിയാണ്. റാണി ഉറുമ്പ് ഉത്തരവുകൾ നൽകുന്നില്ല, മറിച്ച് കെമിക്കൽ സിഗ്നലുകൾ വഴി വിവരങ്ങൾ കൈമാറുന്നു. ഓരോ ഉറുമ്പും സ്വന്തം ധർമ്മം തിരിച്ചറിയുന്ന ഈ വ്യവസ്ഥിതിയിൽ അഴിമതിക്കോ അലസതയ്ക്കോ സ്ഥാനമില്ല. ഉറുമ്പുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകൾ സംഭവിക്കുന്നത് ഉറുമ്പുകൾ കൃഷി ആരംഭിച്ചപ്പോഴാണ്. മനുഷ്യൻ കൃഷി തുടങ്ങുന്നതിന് 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉറുമ്പുകൾ തങ്ങളുടെ കൂടുകളിൽ കുമിൾ കൃഷി ചെയ്യാൻ പഠിച്ചു. ഇത് കേവലം ഒരു അതിജീവന തന്ത്രമായിരുന്നില്ല, മറിച്ച് ഒരു സാമ്പത്തിക വിപ്ലവമായിരുന്നു. വിഭവങ്ങൾ ശേഖരിക്കുന്നതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് മാറിയതോടെ ഉറുമ്പ് സാമ്രാജ്യങ്ങളുടെ ജനസംഖ്യ കോടിക്കണക്കിനായി വർദ്ധിച്ചു. ബ്രസീലിലെ ഉൾക്കാടുകളിൽ കണ്ടെത്തിയ കൂറ്റൻ ഉറുമ്പ് നഗരങ്ങൾ ഇതിന് തെളിവാണ്. ടൺ കണക്കിന് മണ്ണ് നീക്കം ചെയ്ത് നിർമ്മിക്കപ്പെട്ട ഈ നഗരങ്ങൾ മനുഷ്യൻ നിർമ്മിച്ച ചൈനീസ് വൻമതിൽ പോലെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ വളർച്ചയ്ക്കൊപ്പം സംഘർഷങ്ങളും അനിവാര്യമായി മാറി. ഉറുമ്പ് സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ പലപ്പോഴും വംശഹത്യകളിലാണ് അവസാനിക്കാറുള്ളത്. ആയിരക്കണക്കിന് ഉറുമ്പുകൾ പരസ്പരം കടിച്ചു കീറുന്ന യുദ്ധക്കളങ്ങൾ, അധികാരത്തോടുള്ള അടങ്ങാത്ത ആർത്തി പ്രകൃതിയുടെ എല്ലാ കോണുകളിലുമുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
ചില വർഗങ്ങൾ മറ്റു വർഗങ്ങളെ അടിമകളാക്കി മാറ്റുന്നു എന്ന വസ്തുത കേൾക്കുമ്പോൾ മനുഷ്യന്റെ ക്രൂരതകൾക്ക് പ്രകൃതിയിൽ സമാനതകളുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടും. തങ്ങളുടെ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് ലാർവകളെ തട്ടിക്കൊണ്ടുവന്ന് അവരെ കൊണ്ട് സ്വന്തം പണി ചെയ്യിപ്പിക്കുന്ന ദൃശ്യം രാഷ്ട്രീയ അധിനിവേശത്തിന്റെ ഏറ്റവും ഇരുണ്ട വശമാണ്. ഈ വ്യവസ്ഥിതിയിൽ ശാസ്ത്രവും മിത്വവും പലപ്പോഴും കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ഉറുമ്പുകൾക്ക് ചിന്തിക്കാൻ കഴിവില്ലെന്നും അവ വെറും യന്ത്രങ്ങളെ പോലെ പ്രവർത്തിക്കുന്നവരാണെന്നുമുള്ള ധാരണ ശാസ്ത്രം ഇന്ന് തിരുത്തി കുറിച്ചിരിക്കുന്നു. അവയ്ക്ക് ഓരോന്നിനും വ്യക്തിഗതമായ ഓർമ്മശക്തിയും സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള ശേഷിയുമുണ്ട്. എന്നാൽ ഇതിനിടയിൽ ഉയരുന്ന ഒരു വിവാദം ഈ സമൂഹ നന്മയ്ക്കായി വ്യക്തിത്വം ബലി കഴിക്കപ്പെടുന്നു എന്നതിലാണ്. ഒരു ഉറുമ്പുകൂടിന്റെ നിലനിൽപ്പിനായി രോഗം ബാധിച്ച ഉറുമ്പുകൾ സ്വയം പുറത്തുപോയി മരണം വരിക്കുന്ന രംഗം ഹൃദയഭേദകമാണ്. ഇതിനെ ഒരാൾക്ക് നിസ്വാർത്ഥത എന്ന് വിളിക്കാം, മറ്റൊരാൾക്ക് ഇതിനെ ഒരു ഫാസിസ്റ്റ് രീതിയായി തോന്നാം. അധികാരത്തിന്റെ ഈ നിശബ്ദമായ പ്രയോഗം ഉറുമ്പുകൂടുകളെ എന്നും സുരക്ഷിതമായി നിലനിർത്തുന്നു. എന്നാൽ ഇന്ന് ഈ സാമ്രാജ്യങ്ങൾ വലിയ ഭീഷണി നേരിടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യന്റെ അനിയന്ത്രിതമായ അധിനിവേശവും ഈ സൂക്ഷ്മ ലോകത്തെ തകർക്കുന്നു. കാടുകൾ നശിപ്പിക്കപ്പെടുമ്പോൾ തകരുന്നത് ദശലക്ഷക്കണക്കിന് വർഷത്തെ ഈ വാസ്തുവിദ്യാ പാരമ്പര്യമാണ്. ഉറുമ്പുകൾ അപ്രത്യക്ഷമായാൽ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ തന്നെ തകരുമെന്നത് ഒരു ശാസ്ത്രീയ സത്യമാണ്. മണ്ണ് ഉഴുതുമറിക്കാനും ജൈവ വസ്തുക്കൾ വിഘടിപ്പിക്കാനും ഇവയോളം പ്രാപ്തിയുള്ള മറ്റൊരു വിഭാഗമില്ല. ഉറുമ്പുകളുടെ ഈ സാമ്രാജ്യത്വ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ശക്തിയല്ല, മറിച്ച് സഹകരണമാണ് അതിജീവനത്തിന്റെ ആണിക്കല്ല് എന്നാണ്. ഗ്രീഡ് അഥവാ അത്യാഗ്രഹം എന്ന വികാരം വ്യക്തിപരമാകുമ്പോൾ അത് നാശത്തിന് കാരണമാകുന്നു. എന്നാൽ അത് സമൂഹത്തിന് വേണ്ടിയാകുമ്പോൾ അത് പുരോഗതിയായി മാറുന്നു. ഉറുമ്പുകൂടുകളുടെ അവശിഷ്ടങ്ങൾ കാലാന്തരത്തിൽ മണ്ണോട് ചേരുമ്പോഴും അവ അവശേഷിപ്പിക്കുന്ന ലെഗസി എന്നത് ഐക്യത്തിന്റെ സന്ദേശമാണ്. ഉറുമ്പുകളുടെ നയം മിനിമം റിസോഴ്സ് മാക്സിമം ഔട്ട്പുട്ട് എന്നതാണ്. ഭരണപരമായ കാര്യക്ഷമതയുടെ ഏറ്റവും മികച്ച പാഠപുസ്തകമാണത്. അധികാരത്തിനായുള്ള മത്സരങ്ങൾക്കിടയിലും തങ്ങളുടെ വംശത്തെ സംരക്ഷിക്കാനുള്ള ആ നിശ്ചയദാർഢ്യം മനുഷ്യരിലെ രാഷ്ട്രീയ നയതന്ത്രജ്ഞർക്ക് മാതൃകയാക്കാവുന്നതാണ്. കാലം കടന്നുപോകെ വലിയ സാമ്രാജ്യങ്ങൾ തകരുകയും പുതിയവ ഉദിക്കുകയും ചെയ്യും. എന്നാൽ ഭൂമിയുടെ ആഴങ്ങളിൽ അന്ധകാരത്തിൽ ഉറുമ്പുകൾ ഇന്നും തങ്ങളുടെ തിരക്കേറിയ നഗരങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ ഈ നിശബ്ദ എഞ്ചിനീയർമാർ നമ്മോട് പറയുന്നത് ഒന്നേ ഉള്ളൂ: ലോകം കാണുന്നത് മുകളിലെ മൺപുറ്റുകളെ മാത്രമാണ്. പക്ഷേ യഥാർത്ഥ കഥ അതിനടിയിലെ ഇരുളടഞ്ഞ ഇടനാഴികളിലാണ്. ചരിത്രം എന്നത് വെറും രാജാക്കന്മാരുടെ കഥയല്ല, മറിച്ച് അതിജീവനത്തിനായി പോരാടുന്ന ഈ കോടിക്കണക്കിന് ചെറുജീവികളുടെ ചോരയും വിയർപ്പും കൂടിയാണ്. ആ മൺകൂനയിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് നമ്മുടെ തന്നെ ഒരു പരിഷ്കരിച്ച പതിപ്പിനെയാണ്. ക്രൂരവും എന്നാൽ അതിശയിപ്പിക്കുന്നതുമായ ഒരു കണ്ണാടി ബിംബം. നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ മണ്ണിലെ ഒരു ചെറിയ മാളത്തിന് താഴെ ഒരുപക്ഷെ ഒരു മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ സാമ്രാജ്യത്തിന്റെ ഉദയം സംഭവിക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ അവഗണിക്കുന്ന ആ ചെറിയ ലോകമാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ ആധാരം. ഉറുമ്പുകൂടുകൾ വെറും വാസസ്ഥലങ്ങളല്ല, അവ പ്രകൃതിയുടെ അധികാര വികേന്ദ്രീകരണത്തിന്റെയും അച്ചടക്കത്തിന്റെയും നിത്യസ്മാരകങ്ങളാണ്.